നമസ്കാരം. രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷകൾ ഓഗസ്റ്റ് 1 മുതൽ സമർപ്പിക്കാം. ഇപ്പോൾ 28-ാം തീയതി നമുക്ക് ട്രാൻസ്ഫറിനുള്ള റിസൾട്ട് വന്നിട്ടുണ്ട്. 29-ഉം 30-ഉം ട്രാൻസ്ഫർ കിട്ടിയ കുട്ടികൾക്ക് പ്രവേശനത്തിനുള്ള സമയമാണ്. 31-ാം തീയതിയോട് കൂടി തന്നെ നമ്മളുടെ ഈ വേക്കൻസികൾ, രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള വേക്കൻസികൾ കാണിച്ചുകൊണ്ടുള്ള സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് വരും. അപ്പോൾ ഇതുവരെ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഇതുവരെ പ്രവേശനം കിട്ടാത്ത കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ബാക്കി ഇതുവരെ എവിടെയെങ്കിലും പ്രവേശനം കിട്ടിയ കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. കിട്ടാത്തവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ. എന്നാൽ VHSEയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് പ്രവേശനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോരാ, അതുമാത്രം പോരാ, ഇതുവരെ അവർ ഇവിടെ ഹയർ സെക്കൻഡറിയിൽ കിട്ടിയിട്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് പോയവരാകരുത്. അത്തരം കുട്ടികൾക്ക് ഇപ്പോൾ ഇതുവരെ ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം കിട്ടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഹയർ സെക്കൻഡറി രണ്ടാം സപ്ലിമെന്ററിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട കാരണം രണ്ടാം സപ്ലിമെന്ററിക്ക് അപേക്ഷ പുതുക്കി നൽകണം. നമ്മൾ ഒന്നാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു. ആ അപേക്ഷ പ്രകാരം രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നമുക്ക് അലോട്ട്മെന്റ് അനുവദിക്കില്ല. രണ്ടാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് പുതിയതായിട്ട് അപേക്ഷ പുതുക്കി കൊടുക്കണം. ഇപ്പോഴത്തെ ഇതെന്താന്ന് പറഞ്ഞാൽ, അപേക്ഷ പുതുക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ അതിൻ്റെ അർത്ഥം? ബയോഡാറ്റ ഭാഗമൊക്കെ നമുക്ക് ക്ലിയർ ആയിരിക്കും, പേഴ്സണൽ ലോഗിൻ ഒക്കെ ക്ലിയർ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ ഓപ്ഷൻ വരുന്ന ഭാഗം മാത്രം ഒന്ന് പുതുക്കി കൊടുക്കുകയേ വേണ്ടൂ. അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാല്, നമുക്കൊരു ട്രാൻസ്ഫർ ഇപ്പൊ കഴിഞ്ഞു. ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞതുകൊണ്ട് ഒരു കാരണമാണ്. മറ്റൊന്ന്, അഡീഷണൽ ബാച്ച് അനുവദിച്ച പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലേക്കുള്ള ആ 120 ബാച്ചുകളിലേക്കുള്ള പ്രവേശനവും ഈ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെയാണ്. അപ്പോൾ അഡീഷണൽ ബാച്ചിലേക്ക് ട്രാൻസ്ഫർ നടന്നു, പക്ഷെ പുതിയ പ്രവേശനം നടന്നിട്ടില്ല. ട്രാൻസ്ഫർ നടന്നതുകൊണ്ട് നമ്മളുടെ ആകെ വേക്കൻസികൾക്ക് കുറവൊന്നും വരില്ല. അപ്പോൾ അഡീഷണൽ ബാച്ച് അനുവദിച്ചെടുത്ത്, നമുക്കറിയാം 4 ജില്ലകളിലായിട്ട്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലായിട്ട് 120 ബാച്ചുകളാണ് ആകെ അനുവദിച്ചിട്ടുള്ളത്. ആ 120 ബാച്ചുകളിലേക്കും കൂടിയുള്ള പ്രവേശനം, നേരത്തെ കുറച്ച് വേക്കൻസി ഉണ്ടായിരുന്നു, 30,000-ന് മേലെ വേക്കൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ അഡീഷണൽ ബാച്ചിലേക്കുള്ള പ്രവേശനവും ഈ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെയാണ് നടത്തുന്നത്. അപ്പൊ ഇതിലുള്ള ഒരു കുഴപ്പം ഇത്രയേ ഉള്ളൂ. ഈ അഡീഷണൽ ബാച്ച് പിന്നെ അനുവദിച്ച അനുവദിച്ച സ്കൂളുകളിൽ ആ ഒഴിവ് ഉണ്ടാകണമെന്നില്ല. അഡീഷണൽ ബാച്ച് അനുവദിച്ച സ്കൂളുകളിൽ ആ ഒഴിവ് ഉണ്ടാകണമെന്നില്ല. അത് മറ്റ് സ്കൂളുകളിലേക്ക് മാറിയിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു അഡീഷണൽ ബാച്ച് 50 സീറ്റ് ഒരു സ്കൂളിൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 50 സീറ്റുകളിലേക്ക് കുറേ കുട്ടികൾ ട്രാൻസ്ഫർ ആയി വന്നു. അപ്പോൾ അവിടുത്തെ ഒഴിവ്, ഒരു ഉദാഹരണത്തിന് 25 പേര് ട്രാൻസ്ഫർ ആയി വന്നാൽ ആ സ്കൂളിൽ 25 ഒഴിവേ ഇനി ബാക്കി ഉണ്ടാവുള്ളൂ. എന്നാൽ പകരം വേറെ പല സ്കൂളിലായിട്ട് ഇവിടുന്ന് 25 പേര് ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവിടെ ബാക്കി 25 സീറ്റുകൾ ഒഴിവുണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ ട്രാൻസ്ഫർ നടന്നതുകൊണ്ട് ആകെ ഒഴിവുകളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 40,917 ഒഴിവുകൾ ഇനിയും കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് ബാക്കിയുണ്ട് എന്ന കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിലും വളരെയധികം സാധ്യതകൾ നിലനിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പോലെയല്ല രണ്ടാമത്തേലും അപേക്ഷകൾ പുതുക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഓപ്ഷൻ പുതുക്കി കൊടുക്കണം എന്നാണ്. കാരണം
സപ്ലിമെന്ററിയിൽ നമ്മൾ കൊടുത്ത സ്ഥലത്ത് ചിലപ്പോൾ ഇപ്പോൾ ഒഴിവുണ്ടാവില്ല. ആ ഒഴിവുകൾ ഒന്നാം സപ്ലിമെന്ററിയിലും ട്രാൻസ്ഫറിലായിട്ട് നികത്തപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ അന്ന് കൊടുക്കാത്ത പല സ്കൂളിലും ഇപ്പോൾ പുതിയതായിട്ട് ഒഴിവുകൾ വന്നിട്ടും ഉണ്ടാവും. അത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കണം. നേരത്തെ കൊടുത്തു ഇപ്പോൾ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ കോഴിക്കോട്, അവിടെ നേരത്തെ ഒഴിവൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ആ സ്കൂളിനെ നോക്കിയിട്ടേ ഇല്ല, കൊടുത്തിട്ടുമില്ല. അവിടെ ചിലപ്പോൾ ഇപ്പോൾ ഒഴിവ് വന്നിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ അവിടെ ആ, തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും സ്കൂളുകൾ, ആ സ്കൂളിൽ നേരത്തെ ഒഴിവുണ്ടായിരുന്നു, ഇപ്പോൾ ആ സ്കൂളിൽ ഒഴിവുണ്ടാകണമെന്നില്ല. ഇപ്പോൾ ഗണപതി ഹൈസ്കൂളിൽ നേരത്തെ ഒഴിവ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പം നേരത്തെ ഒഴിവുള്ളിടത്ത് ഫില്ലായിട്ടുണ്ടാവാം, പുതിയതായിട്ട് നേരത്തെ ഫില്ലായ സ്ഥലത്ത് ഒഴിവുകൾ പുതിയതായിട്ട് ഉണ്ടാവുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻ പുതുക്കി പുതിയതായിട്ട് കൊടുക്കണം. അപ്പോൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിലും ഒഴിവുള്ളിടത്ത് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. ട്രാൻസ്ഫറിൽ നമുക്ക് എവിടെയും കൊടുക്കായിരുന്നു, പക്ഷേ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഇനി വരുന്നിടത്തും ഒഴിവുകളുള്ള സ്കൂളുകളിൽ മാത്രമേ അപേക്ഷിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഒഴിവുകള് ഈ 31-ന് തന്നെ പ്രസിദ്ധീകരിക്കും. അതായത് ഈ ജൂലൈ 31-ന് തന്നെ പ്രസിദ്ധീകരിക്കും. 1-ാം തീയതി മുതൽ നമുക്ക് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൊടുക്കാൻ, 31-ന്റെ രാത്രി മിക്കവാറും പ്രതീക്ഷിക്കുന്നത്, 1-ാം തീയതി രാവിലെ മുതൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ്, രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കും അതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനും കൊടുക്കാൻ വേണ്ടി പുതിയതായിട്ട് ഒരു ഓപ്ഷൻ ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കണം. ആ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ സ്കൂൾ വൈസ് വേക്കൻസി പ്രസിദ്ധീകരിച്ചതിന് ശേഷം, സ്കൂൾ വൈസ് വേക്കൻസി മിക്കവാറും 31-ാം തീയതി പ്രസിദ്ധീകരിക്കും. ആ 31-ാം തീയതി പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ ഒഴിവുകൾ വെച്ച് നോക്കിയിട്ട് ഒഴിവുകൾ വെച്ച് നിങ്ങൾ ഒരു പുതിയതായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഓപ്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കി അവിടെ വേണം അപേക്ഷ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഒഴിവുകൾ വെച്ചിട്ട് വേണം നമ്മൾ ഈ എന്താ പറയണ്ടേ, ഈ സെക്കൻഡ് സപ്ലിമെന്ററിക്ക് അപേക്ഷിക്കാൻ വേണ്ടി. കൃത്യമായിട്ട് നമ്മൾ കൂടുതൽ സ്കൂളുകൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് വളരെ കൂടുതലുള്ള സ്കൂളിൽ കൂടുതൽ കൊടുക്കുക. നമ്മളെ എല്ലാ സ്കൂളുകളിലും അപേക്ഷ കൊടുക്കുക. ഒഴിവില്ലാത്തടത്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പരമാവധി സ്കൂളുകൾ നമ്മൾ ഈ രീതിയിൽ അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്ക് പ്രവേശനം കിട്ടാനുള്ള ശക്തമായ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഓരോ ജില്ലയിലുമുള്ള നിലവിലുള്ള ഒഴിവുകൾ, അതായത് രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനും ട്രാൻസ്ഫറിന് ശേഷം നിലവിൽ ഇപ്പോഴത്തെ തീയതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെന്ററിയിലേക്കുള്ള ഒഴിവുകൾ ഇതൊക്കെയാണ്. തിരുവനന്തപുരത്ത് 3792 ഒഴിവുകളുണ്ട്. കൊല്ലത്ത് 3702 ഒഴിവ്, പത്തനംതിട്ടയിൽ 3461 ഒഴിവുകളുണ്ട്, ആലപ്പുഴയിൽ 3458 ഒഴിവുകളുണ്ട്, കോട്ടയത്ത് 3445 ഒഴിവുകൾ ബാക്കിയുണ്ട്, ഇടുക്കിയിൽ 1670 ഒഴിവുകൾ ഇനിയുമുണ്ട്, എറണാകുളത്ത് 3374 ഒഴിവുകൾ ഇനിയുമുണ്ട്, തൃശ്ശൂര് 3224 ഒഴിവുകൾ ഇനിയുമുണ്ട്, പാലക്കാട് 2737 ഒഴിവുകൾ ഇനിയും ബാക്കിയുണ്ട്, മലപ്പുറത്ത് 4939 ഒഴിവുകൾ ബാക്കിയുണ്ട്, കോഴിക്കോട് 2724 ഒഴിവുകൾ ബാക്കിയുണ്ട്, വയനാട് 749 ഒഴിവുകളാണ് ബാക്കിയുള്ളത്, കണ്ണൂര് 1873 ഒഴിവുകൾ ബാക്കിയുണ്ട്, കാസർഗോഡ് 1769 സീറ്റുകൾ ബാക്കിയുണ്ട്. അപ്പോൾ നിലവിൽ കേരളത്തിലെ 14 ജില്ലകളിലും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. 40,917 ഒഴിവുകളാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ആ ഒഴിവുകളിലേക്ക് ആണ് സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ക്ഷണിക്കുന്നത്. അപ്പൊ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ നമ്മൾ നോക്കിയതിൽ ഒരു കുഴപ്പം ചെറുതായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, നമുക്ക് തെക്കോട്ടുള്ള പല ജില്ലകളിലും ഒഴിവുകൾ കൂടുതലുണ്ട്, ആവശ്യക്കാർ കുറവാണ്. എന്നാൽ വടക്കൻ ജില്ലകളിൽ ഇപ്പോഴും ആവശ്യക്കാർ കൂടുതലും വേണ്ടത്ര ഒഴിവുകൾ ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അതിലൊരു ആശ്വാസം എന്ന് പറയുന്നത്, മലപ്പുറത്ത്
ഏകദേശം 4939 ഒഴിവുകൾ മലപ്പുറത്ത് ബാക്കി നിൽക്കുകയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. അപ്പോൾ അതിന് ഒരു പരിധി വരെ ഇപ്രാവശ്യം സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഒഴിവുകൾ ബാക്കി നിൽക്കുന്നുണ്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ. അപ്പോൾ തീർച്ചയായിട്ടും ഭൂരിപക്ഷം കുട്ടികൾക്കും ചില സ്കൂളിൽ മാത്രം കിട്ടാതെ വരുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന സെക്കൻഡ് സപ്ലിമെന്ററിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ കിട്ടണമെന്നില്ല. അല്ലെ, ആഗ്രഹിക്കുന്ന കോഴ്സ് ഇപ്പോൾ കൊമേഴ്സ് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും കിട്ടണമെന്നില്ല. അപ്പോൾ ഏതൊക്കെയായാലും നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി സ്കൂളുകളിൽ സെക്കൻഡ് സപ്ലിമെന്ററിക്ക് അപേക്ഷ കൊടുക്കുക. എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.